നമസ്കാരം. അടുത്തിടെ ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ നികുതി പരിഷ്കാരത്തിനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച സാഹചര്യത്തിൽ വില വർധനവിനുള്ള സാധ്യതകളും ഉയർന്നു വരുന്നുണ്ട്. 55ാം GST കൗൺസിൽ യോഗം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെച്ചാണ് നടന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രതിനിധികൾ പാനലിൽ ഉണ്ടായിരുന്നു. ഈ യോഗത്തിലാണ് നിർണായക നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. യോഗത്തിൽ നിരവധി സുപ്രധാന ശുപാർശകൾ പ്രഖ്യാപിച്ചു. അത് നിലവിലെ ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും വിവിധ വസ്തുക്കളുടെ വിലയെ ബാധിക്കുകയും ചെയ്യും. ഇത്തവണ GST കൗൺസിൽ നിർദ്ദേശം വന്നത് അതേപടി നടപ്പായാൽ ചില വസ്തുക്കളുടെ വില ഗണ്യമായി ഉയരും. അത്തരത്തിൽ വില ഉയരാനിടയുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്നും എത്ര വർധനവുണ്ടാകുമെന്നും നോക്കാം. 1. പഴയതും ഉപയോഗിച്ചതുമായ വാഹനങ്ങൾ. ചില പെട്രോൾ, ഡീസൽ വകഭേദങ്ങൾ ഒഴികെ പഴയതും ഉപയോഗിച്ചതുമായ വാഹനങ്ങളുടെ വിൽപ്പനയിൽ 12% മുതൽ 18% വരെ GST ഈടാക്കും. ഇതിൽ ഇലക്ട്രോണിക് വാഹനങ്ങളും ഉൾപ്പെടുന്നു. യൂസ്ഡ് കാർ, ബൈക്ക് വിപണിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന മാറ്റമാകും ഇത്. 2. റെഡി ടു ഈറ്റ് പോപ്കോൺ. മുൻകൂട്ടി പാക്ക് ചെയ്തതും ലേബൽ ചെയ്തതുമായ റെഡി ടു ഈറ്റ് സ്നാക്സുകൾക്ക് 12% അധിക നികുതിയും കാരാമലൈസ് ചെയ്ത പോപ്കോണിന് 18% GSTയും ഏർപ്പെടുത്തിയിരിക്കും. നിലവിൽ മുൻകൂട്ടി പാക്ക് ചെയ്യാത്ത ഉപ്പും മസാലകളും ചേർത്ത പോപ്കോണിന് 5% GST മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്താണിത്. 3. ഓട്ടോക്ലേഡ് എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ. ഓട്ടോക്ലേഡ് എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്കുകളിൽ 50% കൂടുതൽ ഫ്ലൈ ആഷ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ 12% GST ഈടാക്കാനും ധാരണയായിട്ടുണ്ട്. ഇനി വില കുറയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഫോർട്ടിഫൈഡ് റൈസ് കേണലുകൾ. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യുമ്പോൾ ഫോർട്ടിഫൈഡ് റൈസ് കേണലുകളുടെ GST നിരക്ക് 5% കുറയും. സമൂഹത്തിലെ സാമ്പത്തികമായി ദുർബലമായ വിഭാഗങ്ങൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം താങ്ങാനാകുമെന്ന് ഉറപ്പാക്കാനാണിത്. 2. ജീൻ തെറാപ്പി. ജീൻ തെറാപ്പിയുടെ GST പൂർണ്ണമായും ഒഴിവാക്കി. വിപുലമായ വൈദ്യ ചികിത്സകളിലേക്കുള്ള പ്രവേശനക്ഷമത പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടത്തിയത്. 3. മോട്ടോർ വാഹന അപകട ഫണ്ട് സംഭാവന. മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ടിലേക്ക് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന സംഭാവനകളെ GSTയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. 4. IAEA ഉപകരണങ്ങൾ. പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ഷൻ ടീമുകൾക്കുള്ള ഉപകരണങ്ങളുടെ ഇറക്കുമതിയെ IGSTയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനിച്ചു. അതേസമയം വ്യക്തികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന യൂസ്ഡ് കാറുകൾക്ക് GST ഈടാക്കില്ലെന്നിരിക്കെ ഇതിന്റെ പേരിൽ നിർമ്മല സീതാരാമനെതിരെ അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളും BJP വിരുദ്ധരും. യൂസ്ഡ് കാർ വാങ്ങുന്ന സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നത്. യൂസ്ഡ് കാറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നൽകേണ്ട GST 12% നിന്നും 18% ഉയർത്തിയതിന്റെ പേരിലാണ് എതിരാളികൾ സമൂഹ മാധ്യമങ്ങളിൽ നിർമ്മല സീതാരാമനെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും അനാവശ്യ ഭീതി ഉണ്ടാക്കുന്ന പോസ്റ്റുകളാണ്. ഇടത് ജിഹാദി NGO ലോബികളാണ് പേടിപ്പെടുത്തുന്ന GSTയുടെ കണക്കുകൾ നിരന്തരമായി വ്യാജമായി പ്രചരണം അഴിച്ചുവിടുന്നത്. സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങി വിൽക്കുന്നത് ബിസിനസ് ആക്കിയെടുത്ത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് GST ഈടാക്കുക. അതുപോലെ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങി വിൽക്കുന്ന കാർ കമ്പനികളുടെ യൂസ്ഡ് കാർ വിഭാഗത്തിനും GST ബാധകമാകും. അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്ന ഒരു വ്യക്തിയിൽ നിന്നും GST ഈടാക്കില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.